അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാറ്റ് എന്താണ് എന്നുള്ളത് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് GCC, നമ്മളെ കോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം. എന്താണ് GCC? GCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ എന്നാണ് GCC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു GCC എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ 6 രാജ്യങ്ങളാണ് ഇപ്പോൾ കറന്റ് ഈ സംഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 രാജ്യങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു സംഘടനയാണ് GCC എന്ന് പറയുന്നത്, അതായത് ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതായത് UAE. സെക്കൻഡ്, കിങ്ഡം ഓഫ് സൗദി അറേബ്യ, കിങ്ഡം ഓഫ് ബഹ്റൈൻ, സുൽത്താനേറ്റ് ഓഫ് ഒമാൻ, സ്റ്റേറ്റ് ഓഫ് ഖത്തർ, ലാസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കുവൈറ്റ്. ഈ പറയുന്ന 6 രാജ്യങ്ങളുടെയും ഒരു സംഘടനയാണ് GCC എന്ന് പറയുന്നത്. ഈ സംഘടനയുടെയാണ്, അതായത് ഈ പറയുന്ന 6 രാജ്യങ്ങളുടെയും വാറ്റിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ വാറ്റ്. അതായത് 6 രാജ്യങ്ങളാണെങ്കിലും ഇതിൽ 4 രാജ്യങ്ങൾ മാത്രമേ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളൂ, വാറ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഈ 4 രാജ്യങ്ങളുടെയും വാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോഴ്സിലൂടെ പഠിക്കാൻ പോകുന്നുണ്ട്. ഒരൊറ്റ കോഴ്സിൽ 4 കൺട്രിയുടെ അക്കൗണ്ട്സ് ആണ്, അത് വാറ്റ് ആണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പോൾ നെക്സ്റ്റ്, ഇപ്പോൾ GCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ, അതിൽ 6 രാജ്യങ്ങളാണ് ഉള്ളത്. ഒന്ന് UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, കുവൈറ്റ്. അങ്ങനെ പറയുന്ന 6 രാജ്യങ്ങളാണ് ഈ പറയുന്ന ഗൾഫ് കൗൺസിലുള്ളത്. എന്താണ് GCC വാറ്റ്? അപ്പൊ നമുക്ക് GCC വാറ്റ് എന്താണെന്നുള്ളത് നോക്കാം. അതായത് GCC, അതായത് ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിലിൽ 6 രാജ്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഈ 6 രാജ്യങ്ങളും കൂടി ഒരു ടാക്സ് ഫ്രെയിം, അതായത് 2017 ഒരു ടാക്സ് ഫ്രെയിം എന്ത് ചെയ്തു, ഒരു എഗ്രിമെന്റ് അവർ സൈൻ ചെയ്തു. അവിടെ ഈ പറയുന്ന 6 രാജ്യങ്ങളിൽ എന്ത് ചെയ്തിരിക്കണം, വാറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതാണ് ആ ഒരു ഫ്രെയിം, അതായത് ടാക്സ് ഫ്രെയിം, അതായത് വാറ്റ് ഫ്രെയിമിന്റെ ഇത്. ഓക്കെ, അപ്പൊ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അത് പ്രകാരം എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് 2017 നമ്മളിത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രെയിം വർക്ക് അവർ തയ്യാറാക്കി അത് എഗ്രിമെന്റിൽ എത്തുന്നത്. എന്നാൽ അതിനു മുമ്പ് അവരൊരു ടാക്സ് സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പൊ ആ ഒരു ടൈമിൽ അവർക്കൊരു റിസോഴ്സ് വരുമാനം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ വരുമാനം ഉണ്ട്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു വരുമാനമാണ് അവരുടെ ക്രൂഡ് ഓയിൽ, അതായത് ഓയിൽ. ഈ ക്രൂഡ് ഓയിൽ അവർക്ക് എക്സ്പോർട്ട് ചെയ്ത് കിട്ടുന്നതിൽ നിന്നാണ് അവരുടെ ഇതുവരെയുള്ള 2017 വരെയുള്ള എല്ലാ കാര്യങ്ങളും, നമ്മൾ പറഞ്ഞ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ കൺട്രിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എക്സ്പെൻഡിച്ചറും മീറ്റ് ചെയ്തിരുന്നത് അവർ നൽകിയ ഈ 6 രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ സെയിൽ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള അതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് അവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. എന്നാൽ ഇനി വരുന്ന മുൻ വർഷങ്ങളിലേക്ക് പോകുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും, ഈ ക്രൂഡ് ഓയിലിന്റെ ലഭ്യത കുറഞ്ഞു വരികയാണ്. ഇപ്പൊ ഓരോ കൊല്ലം കഴിയുന്നതോറും കുറഞ്ഞു. അപ്പൊ ഒരു ഘട്ടം എത്തുമ്പോൾ, ഏതെങ്കിലും ഒരു ഇയർ എത്തുമ്പോൾ ഓട്ടോമാറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ ലഭ്യത 0% ആയിട്ട് മാറും, ഒട്ടും ഇല്ലാതെയാകും. അങ്ങനെ ആയാൽ എന്ത് ചെയ്യണം, വേറൊരു വരുമാന റിസോഴ്സ്, ഒരു ഇൻകം എന്ത് ചെയ്യണം, ആ ഒരു കൺട്രിക്ക് വേണം, അതായത് ആ രാജ്യത്തിന് വേണം. അതിന് വേണ്ടിയിട്ടാണ് GCC വാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടാക്സ് ഫ്രെയിം എന്ത് ചെയ്തത്, അവർ എഗ്രിമെന്റ് ചെയ്തത്. ഓക്കെ, അതിൽ ഈ പറയുന്ന 6 രാജ്യങ്ങളും സൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ കാരണം. അതായത് അവരുടെ മെയിൻ റിസോഴ്സ്, അതായത് നാച്ചുറൽ റിസോഴ്സിന്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കുറയുന്ന വഴി നമുക്ക് വരുന്ന ഗവൺമെന്റിന്, അതായത് ഈ രാജ്യങ്ങൾക്ക് വരുന്ന വരുമാനവും പതുക്കെ കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ കുറഞ്ഞു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഇൻകം കൂടി എന്ത് ചെയ്യണം, ആ രാജ്യങ്ങൾക്ക് വേണം. എന്നാൽ മാത്രമേ ഈ ഒരു ക്രൂഡ് ഓയിലിന്റെ ലഭ്യത നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിലനിൽപ്പുള്ളൂ. അങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് GCC വാറ്റ് എന്ന് പറയുന്ന ഈ ഒരു എഗ്രിമെന്റ് എന്ത് ചെയ്തത്, സൈൻ ചെയ്ത് തയ്യാറാക്കിയത്, ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചത്. ക്ലിയർ അല്ല? ഓക്കെ, അതുകൊണ്ടാണ് GCC വാറ്റ് ഇത്രയും പ്രധാനപ്പെട്ടത്. അപ്പൊ ഇനി ഇതുവരെയുള്ള
അക്കൗണ്ട്സ്മാർക്ക് എല്ലാവർക്കും അക്കൗണ്ടിങ് ആയിരുന്നു മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ഇപ്പൊ ഈ ഒരു GCC വാറ്റ് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ആ അക്കൗണ്ടിങ് മേഖലയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം, ഒരു വാറ്റിന്റെ ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് പോലും അറിയില്ല. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കോഴ്സിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് അറിയിച്ചു തരുന്നു. അപ്പൊ ഈ ഒരു വാറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷൻസുകളാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് നിങ്ങൾ അവിടെ നോക്കേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്, അത് എല്ലാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് GCC വാറ്റ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും.